കോട്ടയംകാർക്കെല്ലാം ഒറ്റയടിക്ക് മനസ്സിലായി കാണും ഇത് ഏത് അമ്പലമാണ്. ഏറ്റുമാനൂർ അമ്പലമാണിത്. എപ്പോഴും അമ്മ വീട്ടിൽ പോകുമ്പോൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് പോലും ഇതുവരെ കയറാൻ പറ്റിയിരുന്നില്ലായിരുന്നു എനിക്ക് ഈ അമ്പലത്തിൽ. ഇത്തവണ അമ്പലത്തിൽ പോകാനും പറ്റി. ഇതിന് കാരണം ഒരു കല്യാണം കേട്ടോ. ആ കല്യാണത്തിൻ്റെ കഥ പറയാനാണെങ്കിൽ ഞങ്ങളുടെ നെയ്ബറാണ് ആദർശേട്ടായി. ആദർശ് സുകുമാരൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. പുള്ളി സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പോലെ തന്നെ കുറച്ച് സിനിമകളിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ നാട്ടിലെ ഒരു സിനിമാക്കാരൻ്റെ കല്യാണത്തിനാണ് ഞങ്ങളിന്ന് വന്നേക്കണേ. ചേട്ടായിനേക്കാൾ ഞാൻ കുറച്ചുകൂടെ കമ്പനി ചേട്ടായുടെ അനിയത്തിയായിട്ടായിരുന്നു. ആതിര ചേച്ചി രാവിലെ നല്ല സുന്ദരി കുട്ടിയായിട്ട് സാരിയൊക്കെ എടുത്ത് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കെട്ടിൻ്റെ സമയത്ത് ചിപ്പി ചേച്ചി രഞ്ജിത്ത് സാറും അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവരുടെ ഫോട്ടോയൊക്കെ എടുത്തു. നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് നമ്മൾ ആ നേരത്തെ അമ്പലത്തിലും കയറി കറക്റ്റ് മുഹൂർത്തത്തിന് തന്നെ കെട്ടും കാണാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. ഓഡിറ്റോറിയത്തിലായിരുന്നു ബാക്കി പരിപാടികളെല്ലാം. കെട്ട് മാത്രമാണ് ഏറ്റുമാനൂർ വെച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ചെന്നപ്പം എല്ലാവരും തന്നെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഈ നോക്കി ആരെയെ കണ്ട് ഐശ്വര്യലക്ഷ്മീനെ കാണാൻ പറ്റി അവിടെ വെച്ച്. ഓഡിറ്റോറിയത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. വീട്ടിലെത്തി പിന്നെ അധികം സമയം തന്നെ ആയിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ റിസപ്ഷന് പോയി. റിസപ്ഷൻ കോതങ്ങളിൽ തന്നെ വെച്ചായിരുന്നു കേട്ടോ. അവിടെ ഒത്തിരി സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പേരുടെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോന്നു. സോ അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.